കാരണം ഇതെൻ്റെ ജീവിതമാണ്. എൻ്റെ ചിന്തിച്ച് പോകുമ്പോൾ ഒരു അന്തവും കുന്തവും ഇല്ലാതെയും കൂടെ വരും. ഞാൻ പറയണം, മരപ്പാഴികളെ, മോന് വിചാരിക്കും എന്നെ കളിയാക്കുന്നു എന്ന്. ഇത് ഭയങ്കര ഒരു തിയറി തന്നെയാണ് ഞാൻ പറയുന്നത്. ശാന്തമായ രീതിയിൽ ചില ആളുകളോട് പറഞ്ഞ് അവർക്ക് അത് തലയിലോട്ട് കയറത്തില്ല. അല്ലാതെ അവർ വിമർശിക്കും, ഒരു കാര്യമില്ലാതെ വിമർശനത്തിന് വിധേയമാക്കും. ധാരാളം പേര് വന്ന് അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പേര്. അപ്പോൾ അതിൽ 2-3 സെൻറ്റൻസ് വാക്കുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വാക്കുകൾ കേട്ടപ്പോഴേ ഭയങ്കര ചിരിയായിരുന്നു. തിയേറ്റർ ഇളകി മറിഞ്ഞ് ചിരിച്ചു. എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ മാല പോലെ ഇങ്ങനെ വോയിസ് മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുറച്ചൊക്കെ ഞാൻ എടുത്ത് എൻ്റെ ചാനലിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അവരുടെയൊക്കെ ശബ്ദ സന്ദേശങ്ങൾ. അതുപോലെ ഈ എഴുതിയിടത്തില്ലേ കമൻറ്റുകൾ, അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേ അങ്ങനെ പറഞ്ഞു, അത് ഭയങ്കരമായിട്ട് ആളുകൾ അത് വന്ന് പറഞ്ഞു, നിന്നെ അറിയുമോ, 4 പേര് അറിയുമോ, നിനക്കെന്തെങ്കിലും കഴിവുണ്ടോ, നിന്നെ 4 പേര് അറിയുമോ എന്നൊക്കെയുള്ള വാക്കുകൾ. ഒരിക്കലും ഇല്ല. സിനിമാക്കാരേക്കാൾ കൂടുതൽ കോണ്ടാക്ട് തന്നെ ചെയ്തത് അത് ഈ ചിത്രം ഇറങ്ങി കണ്ടവരാണ്. ഒന്ന് ചോദിക്കാമായിരുന്നു, ചോദിച്ചില്ലെങ്കിൽ തന്നെയും ഒന്ന് വരാമായിരുന്നു. സിനിമാക്കാരും സീരിയലുകാരും അതിലുള്ളവരല്ല, വേറെ ആളുകളുമായിട്ടൊക്കെ പരിചയം ഉണ്ട്. പക്ഷെ അതിൽ അഭിനയിച്ചവരാരും തന്നെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോ അങ്ങനെ ആരും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ. അപ്പോൾ ഒന്ന് വരാമായിരുന്നു, ഒന്ന് ചോദിക്കാമായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന മിക്ക കാര്യങ്ങളും ഈ യൂട്യൂബേഴ്സ് എടുത്തുകൊണ്ട് വന്ന് ട്രോൾ ചെയ്യും, അല്ലാതെ അവർ വിമർശിക്കും, ഒരു കാര്യമില്ലാതെ വിമർശനത്തിന് വിധേയമാക്കും, റോസ്റ്റ്. അതൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തെ ഇവിടെ വരച്ചിരുന്നത്. പക്ഷേ ഞാൻ നേരെ മറിച്ച് അവരുടെ ഒന്നും ഞാൻ എടുക്കാൻ പോയിട്ടില്ല. അപ്പം ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഞാൻ പറയാം, നിങ്ങൾ ഒന്നുകിൽ ചോദിക്കാം. കാരണം ഇതെൻ്റെ ജീവിതമാണ്. എനിക്ക് 10 പൈസ വരുമാനം കിട്ടുന്നത് ഇതിലാണ്. നിങ്ങളിത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വിമർശിക്കുമ്പോൾ ആളുകൾക്ക് വേണ്ടുന്നത് ഒരാളെ ചീത്ത പറയുന്നതാണ്. അപ്പോൾ എന്നെ അനാവശ്യമായിട്ട് ഒരു കാര്യമില്ലാതെ എൻ്റെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുവന്ന് അവർ ചീത്ത വിളിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുവാനെ, നമുക്കത് ചിരി വരും. ഇപ്പം മോനെ തന്നെ ഒരു കാര്യമില്ലാതെ മോൻ്റെ ജീവിതത്തെ കൊണ്ടുവന്ന് അപ്പുറത്ത് കൊണ്ടുവന്ന് അവർ ചീത്ത വിളിക്കുകയാണ്. എന്ത് കാര്യത്തിനത്? നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പക്ഷെ ചിന്തിച്ച് പോകുമ്പോൾ ഒരു അന്തവും കുന്തവും ഇല്ലാതെയും കൂടെ വരും. അപ്പം ഞാൻ പറയാം, നിങ്ങൾക്കൊന്ന് ചോദിക്കാം, ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോകാം. നമുക്കൊരു മനസ്സിന് സംതൃപ്തിയുണ്ട്. പക്ഷെ ഇവർ ചോദിക്കാതെയൊക്കെ ഇരുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയത്. അപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കരമായിട്ട് ചേച്ചിയെ കളിയാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനോടൊക്കെ പ്രതികരണം ശരിക്കും വ്യക്തിഹത്യ എന്ന രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിഹത്യയില്ല. ഒന്നാമത്തെ കാര്യം, അതൊക്കെ ഓരോ ആളുകൾ പറഞ്ഞു വെച്ചേക്കുക വ്യക്തിഹത്യ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയുന്നതൊക്കെ വ്യക്തിഹത്യയാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാവരും വ്യക്തിഹത്യ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിഹത്യ എന്നൊന്നും തോന്നുന്നില്ല. അതെന്തുവെന്ന് പോലും എനിക്കറിയില്ല. മോനെ കളിയാക്കുന്നത് മോൻ തന്നെയാണ്. കാരണം മോന് വിചാരിക്കും എന്നെ കളിയാക്കുന്നു എന്ന്. ഇത് ഭയങ്കര ഒരു തിയറി തന്നെയാണ് ഞാൻ പറയുന്നത്. മോൻ എൻ്റെ മുന്നിൽ വന്ന് പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക.
പക്ഷെ എൻ്റെ മനസ്സിനെ അത് ബാധിക്കുന്നില്ല. മനസ്സിലായോ? മോനെ തന്നെയാണ് അത് പറയുന്നത്. അത് വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും എന്നെ ഒന്ന് പറയുക, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് അത് ഉരുവിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എന്തിനായിരുന്നു ഇങ്ങനെ വെറുതെ നമ്മൾ സമയം കളയുന്നത്, നമ്മളെ തന്നെയായിരുന്നു കളിയാക്കുന്നത്. അതുകൊണ്ടില്ലേ ഞാൻ പറയണം, മരപ്പാഴികളെ, എന്നെയല്ല നിങ്ങൾ കളിയാക്കുന്നത്, ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. ശാന്തമായ രീതിയിൽ ചില ആളുകളോട് പറഞ്ഞ് അവർക്ക് അത് തലയിലോട്ട് കയറത്തില്ല.